ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ സ്വാധീനം കുറച്ച് കടുക്കും എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ വോട്ട് പിടിക്കാൻ ട്രെൻഡിനൊപ്പം നീങ്ങാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും രാഷ്ട്രീയ കക്ഷികൾ. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും ഇതേ കളം ചവിട്ടുകയാണ്. CMS കോളേജിലെത്തിയ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാർട്ടി ചെയർമാൻ്റെ മകൻ പാട്ടുമായി എത്തിയതോടെ പ്രചാരണം കടുത്ത ആവേശത്തിലായി. ആ കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കന്നി വോട്ടർമാരെ കയ്യിലെടുക്കാൻ പല തന്ത്രങ്ങളും പയറ്റാറുണ്ട് സ്ഥാനാർത്ഥികൾ. എന്നാൽ കോട്ടയം CMS കോളേജിലെത്തിയ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പുറത്തിറക്കിയതാകട്ടെ മറ്റൊരു തന്ത്രം. പാർട്ടി ചെയർമാന്റെ മകൻ തന്നെ പാട്ടുപാടാനെത്തിയതോടെ വിദ്യാർത്ഥികളും ആവേശത്തിലായി. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടി സൗഖ്യമാ ഞാൻ ഇങ്ക് സൗഖ്യമേ. ചെറുപ്പക്കാരനാണല്ലോ, ഞങ്ങളുടെ പാർട്ടിയിലെ യുവ തലമുറയാണ്. അപ്പൊ അവരൊക്കെ വരുന്ന വലിയ സന്തോഷമാണ്. ഞങ്ങളൊക്കെ വി ആർ ഓൾമോസ്റ്റ് ഫെയ്ഡിങ് ഔട്ട്. ഞങ്ങളൊക്കെ പ്രായമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. പാട്ടുപാടി വോട്ടുറപ്പിക്കുന്ന PJ ജോസഫിന്റെ തന്ത്രം കോട്ടയത്തും നടപ്പാകുമെന്നാണ് അബുവും പറയുന്നത്. പാട്ട് പാടിയാൽ വോട്ട് കിട്ടും. കാരണം അപ്പച്ചൻ തൊടുപുഴയിലെ സ്ഥിരം ഒരു എല്ലാ ഇലക്ഷൻ പ്രചരണ വേദികളിലും പാട്ട് പാടി തന്നെ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗുണം ചെയ്യും, പിന്നെ തീർച്ചയായിട്ടും ഗുണം ചെയ്യും. കോളേജിൽ KSU സംഘടിപ്പിച്ച ഹോളി ആഘോഷത്തിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. വിജയത്തിൽ യുവാക്കളുടെ പ്രാധാന്യം വളരെ വലുതാണെന്ന തിരിച്ചറിവിൽ തന്നെയാണ് ട്രെൻഡിനൊപ്പം സ്ഥാനാർത്ഥിയും കൂടിയത്. ടോബി ജോൺസൺ, 24 കോട്ടയം. സ്ഥാനാർത്ഥികളെല്ലാം പാട്ടിനെ സ്നേഹിച്ചു തുടങ്ങിയാൽ പാട്ടുകാർക്ക് നല്ല മാർക്കറ്റാവും. കാര്യം ഒരുപാട് പാട്ടുകാർ വിളയുന്നൊരു മണ്ണാണ് ഇപ്പോൾ കേരളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.